2024 എന്ന വർഷം തീരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു വർഷം BJP എന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷവും ജനപക്ഷവും പല രീതിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പൊളിച്ചടുക്കിയത് സുപ്രീം കോടതിയായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് മുതൽ പല തിരിച്ചടികളും BJPക്ക് നൽകിക്കൊണ്ട് പല വിഷയത്തിലും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണിതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ വിധികൾ. ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കേറ്റ കനത്ത തിരിച്ചടിയുടെ ഒരു പകുതി ശതമാനവും സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ കൊണ്ട് തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ട് സ്കീം നിർത്തലാക്കുന്നത് മുതൽ കോട്ടയ്ക്കുള്ളിലെ കോട്ടയിൽ വിധി പറയുകയും ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ മൂലക്കിരുത്തി 2024 സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലക്ട്രൽ ബോണ്ടുകൾ 2024 ഫെബ്രുവരിയിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി. രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ്ങിന്റെ വിശദാംശങ്ങൾ അറിയാനുള്ള അവകാശം വോട്ടർമാർക്ക് നിഷേധിക്കുന്നത് ഒരു ദ്വന്ദ്വ സാഹചര്യത്തിലേക്ക് നയിക്കുമെന്നും പാർട്ടിയുടെ ഫണ്ടിംഗ് ഇതിൽ നിന്നും വ്യത്യസ്തമായി കണക്കാക്കാനാകില്ല എന്നും പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ്ങിന്റെ വിശദാംശങ്ങൾ അറിയാനുള്ള അവകാശം വോട്ടർമാർക്ക് നിഷേധിക്കുന്നത് ഒരു ദ്വന്ദ്വ സാഹചര്യത്തിലേക്ക് നയിക്കുമെന്നും പാർട്ടികളുടെ ഫണ്ടിംഗ് ഇതിൽ നിന്നും വ്യത്യസ്തമായി കണക്കാക്കാനാകില്ല എന്നും പറഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡും ജസ്റ്റിസുമാരായ BR ഗവായ്, സഞ്ജീവ് ഖന്ന, JB ഭർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചായിരുന്നു ഏകകണ്ഠമായി വിധി പ്രഖ്യാപിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇഷ്യൂ ഉടൻ നിർത്തലാക്കാൻ നിർദ്ദേശിച്ചു. ഇലക്ട്രൽ ബോണ്ടുകളും ലഭിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിശദാംശങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉത്തരവിട്ടു. 2019 ഏപ്രിൽ മുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള സംഭാവനകൾ തുടർന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിൽ ധനസഹായം നൽകിയെന്ന ആരോപണത്തിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കാൻ 3 അംഗ ബെഞ്ച് വിസമ്മതിച്ചിരുന്നു. ഇതുവഴി പുറത്തേക്ക് വന്നത് BJPയുടെ കോടികളുടെ ഇടപാടുകളായിരുന്നു. വ്യക്തികളിൽ നിന്നും, ട്രസ്റ്റുകളിൽ നിന്നും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമായിട്ട് BJPക്ക് സംഭാവനയായി ലഭിച്ചത് 2244 കോടിയാണ്. ഏറ്റവും കൂടുതൽ ലഭിച്ചതും ഇവർക്ക് തന്നെയാണ്. കൂടാതെ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം തട്ടിയെന്ന പരാതിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നിടത്ത് വരെ കാര്യങ്ങൾ എത്തി നിൽക്കാൻ ഈ വിധി കാരണമായി. നിർമ്മല സീതാരാമൻ മാത്രമല്ല, BJP അധ്യക്ഷൻ JP നദ്ദ, BJP കർണാടക മുൻ അധ്യക്ഷൻ നളിൻ കുമാർ കാട്ടീൽ, പാർട്ടിയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര എന്നിവരും പ്രതിപട്ടികയിലുണ്ടായിരുന്നു. നഗരത്തിലെ തിലക് നഗർ പോലീസ് സ്റ്റേഷനിലായിരുന്നു FIR രജിസ്റ്റർ ചെയ്തത്. കൊള്ളയടിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകളായിരുന്നു FIR-ൽ ഉൾപ്പെടുത്തിയിരുന്നത്. അടുത്തത് UP മദ്രസ നിയമം. 2004 ഉത്തർപ്രദേശ് ബോർഡ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ ആക്ട് റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധി അന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് റദ്ദാക്കി. മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഘടനയും തത്വങ്ങളും ജസ്റ്റിസുമാരായ പർദിവാലയും മിശ്രയും അടങ്ങുന്ന ബെഞ്ച് UGC നിയമവുമായി വിരുദ്ധമായ ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്ന മദ്രസ വിദ്യാഭ്യാസ നിയമം ഭരണഘടന വിരുദ്ധമെന്ന് വിലയിരുത്തിക്കൊണ്ടായിരുന്നു വിധി പ്രസ്താവിച്ചത്. ഭരണഘടനയുടെ 21A വകുപ്പും കുട്ടികളുടെ സൗജന്യവും അവകാശവും നിർബന്ധിത വിദ്യാഭ്യാസവുമായ മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള അവകാശം എന്നിവ പുറപ്പെടുവിച്ചു. മദ്രസകൾ പൊളിക്കാൻ തക്കം പാത്തിരുന്ന BJPക്ക് ഇത് ഏറ്റ മറ്റൊരു പ്രഹരമായിരുന്നു. അടുത്തത് MP-മാർ MLA-മാർ കൈക്കൂലിക്ക് പ്രോസിക്യൂഷൻ അതിന്റെ ഏകകണ്ഠമായ വിധിയാണ്. CJI ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ ഭരണഘടനാ ബെഞ്ചായിരുന്നു വിധി പ്രസ്താവിച്ചത്. പാർലമെന്റിലോ സംസ്ഥാന നിയമസഭകളിലോ പ്രസംഗം നടത്തുവാനോ വോട്ട് ചെയ്യാനോ കൈക്കൂലി വാങ്ങുന്നതിന് നിയമനിർമ്മാതാക്കൾക്ക് ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്നും ഒഴിവാക്കൽ അനുവദിച്ച 1998 വിധി അസാധുവാക്കി. MP-മാർക്കും MLA-മാർക്കും വോട്ട് ചെയ്യുന്നതിനോ പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നതിനോ കോഴയിൽ ഏർപ്പെട്ടതിന് ക്രിമിനൽ കോടതിയിൽ പ്രോസിക്യൂഷനിൽ നിന്നും മുക്തി നേടാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അടുത്തത് കോട്ടയ്ക്കുള്ളിലെ കോട്ട അനുവദനീയമാണ്. ഈ വർഷം ഓഗസ്റ്റിൽ 7 അംഗ ഭരണഘടനാ ബെഞ്ച് സ്ഥിരീകരണ നടപടിയുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് പട്ടികജാതി, പട്ടികവർഗ എന്നിവയ്ക്കുള്ളിൽ ഉപവർഗീകരണം അനുവദിക്കണം എന്ന് വിധിച്ചു. പൊതു സൗകര്യ കരാറിൽ ആർബിട്രേറ്റർമാരുടെ നിയമനം. പൊതു സ്വകാര്യ കരാറിൽ ഒരു സർക്കാർ സ്ഥാപനം ഏകപക്ഷീയമായി ആർബിട്രേറ്റർമാർക്ക്
നിയമിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ലംഘനമാണെന്ന് 5 ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. കാരണം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പൊതു ഘടകമുണ്ട്. അന്യായമോ യുക്തിരഹിതമായ ഏത് നടപടിക്രമങ്ങൾ സ്വീകരിക്കാതെ പൊതുജനങ്ങളുമായി കരാറിൽ ഏർപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. എന്നിങ്ങനെ നിർണായകമായ പല വിധികളും താഴെയിട്ടത് BJPയുടെ 400 എന്ന സ്വപ്നത്തെ കൂടി ഈ വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ഓർത്തുവയ്ക്കണം.